25,000 രൂപ എന്നൊരു പ്രൈസ് പോയിന്റ് നിങ്ങളൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണാണ് വാങ്ങാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന രണ്ട് ഫോണാണ്. ഒന്ന് വിവോ T3 Pro 5G പിന്നൊന്ന് ഐക്യൂയുടെ Z9S Pro 5G എന്ന ഫോൺ. ഇതിൽ രണ്ടിലും ഏതുവാണ്? ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻ വരുന്ന ഫോൺ തന്നെയാണ്. ബട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് വാങ്ങണം? വാങ്ങുന്നവർക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ, ഐക്യു വാങ്ങണോ വിവോ വാങ്ങണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അവസാനം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ വീഡിയോ മൂവായിട്ട് കാണാം. സോ നമുക്ക് 1 by 1 ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ് പറയാൻ തന്നെ 8GB 128GB ആണ് രണ്ട് മോഡലിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, വേരിയൻ്റ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറഞ്ഞാൽ 24,999 ആയിട്ടാണ് വരുന്നത്. സെയിം ആയിട്ടുള്ള പ്രൈസും സെയിം ആയിട്ടുള്ള വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഡിസൈൻ വൈസ് രണ്ട് ഫോണിൻ്റെ ഡിസൈൻ ഞാൻ രണ്ട് സൈഡിലും കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, രണ്ടും സെയിം തന്നെയാണ്. രണ്ടിനും സെയിം ഓറഞ്ച് കളർ വേരിയൻ്റ് തന്നെ വരുന്നുണ്ട്. ഇനി വിവോയിലാണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് ഗ്രീൻ കളർ വരുന്നുണ്ട്, അത് പ്ലാസ്റ്റിക് ബിൽഡാണ്. ഐക്യൂലാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് കളർ വരുന്നുണ്ട്, അതും ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. രണ്ടിൻ്റെയും ഓറഞ്ച് കളർ എന്ന് പറയുന്നത് വീഗൻ ലെതർ ആയിട്ടാണ് വരുന്നത്. അപ്പം അത് മാത്രമേ മെയിനായിട്ടുള്ള കാണാനുള്ള ഡിഫറൻസ് വരുന്നുള്ളൂ, കളർ വേരിയൻ്റ് കാര്യത്തില്ല. പിന്നീട് ആ ഒരു ഐക്യു എന്ന ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിലും ഒരു വ്യത്യാസം വരുന്നതായിരിക്കും. ബാക്കിയുള്ള രീതിയിലാണെങ്കിൽ സെയിം ആണ്. ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു മാറ്റമില്ല. നോർമലി റീബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഡിസൈൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള ചെറിയ സ്പെസിഫിക്കേഷൻസൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇപ്പം വിവോയുടെ T3യിലും ഐക്യൂയുടെ Z9 ആയിട്ട് കമ്പയർ സമയത്ത് അങ്ങനെയുള്ള മാറ്റങ്ങൾ അതിൽ വരാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു മാറ്റവും. ഡിസൈൻ സെയിം ആണ്, ഒരു മാറ്റമൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഡിസൈൻ ചെയ്യാൻ ഇത് ആവാത്തതുകൊണ്ടായിരിക്കും ഒരേ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ടാകുന്നത്. സോ ഡിസൈൻ വൈസ് ഒരു മാറ്റവും വരുന്നില്ല. ഇനി ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ തന്നെ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD AMOLED 120Hz ഒരു കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് ഡിസ്പ്ലേ ആണ്. ഇതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് രണ്ട് ഫോണിലും, സെയിം ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്, വ്യത്യാസമൊന്നും തന്നെ വരുന്നില്ല. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോ ചേഞ്ച്. ഇനി ക്യാമറ 15MB ഒരു പ്രൈമറി ക്യാമറ, അതും സോണിയുടെ IMX882 എന്ന സെൻസറാണ് കൊടുത്തുള്ളത്. പിന്നീട് 8MB ഒരു അൾട്രാ വൈഡ് ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16MB സെൽഫി ക്യാമറയാണ് വരുന്നത്. സോ രണ്ട് ഫോണിലും സെയിം തന്നെയാണ്. പിന്നീട് റിയർ ക്യാമറയിൽ നമുക്ക് 4K 13 എപ്പിസോഡിലെ വീഡിയോസൊക്കെ തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ ഫുൾ HD മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ക്യാമറ വൈസും രണ്ടും സെയിം ആണ്, വ്യത്യാസം വരുന്നില്ല. ഡിസ്പ്ലേ സെയിം ആണ്, ക്യാമറ സെയിം ആണ്, ഡിസൈനും സെയിം ആണ്, പ്രൈസും സെയിം ആണ്, എല്ലാം സെയിം ആണ്. ഇനി പെർഫോമൻസ് Qualcomm Snapdragon 7 Gen 3 എന്ന പ്രോസറായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ആൻറ്റു സ്കോർ എന്ന് പറഞ്ഞാൽ 8,20,000 ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇതേ രണ്ട് ഫോണും അതും സെയിം ആണ്, വ്യത്യാസം വരുന്നില്ല, എല്ലാം സെയിം ആണ്. പിന്നീട് ഫൺ ടച്ച് OS 14 ആയിട്ടാണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ Android 14 ആണ്, അവിടെയും വ്യത്യാസം വരുന്നില്ല, രണ്ടിലും ഇത് തന്നെയാണ് വരുന്നത്. സോ പെർഫോമൻസിലും മാറ്റം, നോ ഡിഫറൻസ്, രണ്ടും സെയിം തന്നെയാണ്. അപ്പം എല്ലാം സെയിം ആണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് പറയാനുള്ളത് ബാറ്ററിയാണ്. ബാറ്ററി ആണെങ്കിൽ തന്നെ 5500 mAh ബാറ്ററി, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും, അതും സെയിം ആണ്, ഡിഫറൻസ് വരുന്നില്ല. സോ എല്ലാം സെയിം ആണ്. അതായത് പ്രൈസ് തൊട്ട് ബാറ്ററി വരെ എല്ലാം ഒരുപോലെയാണ്. പ്രൈസ് സെയിം ആണ്, ഡിസൈൻ സെയിം ആണ്, ഡിസ്പ്ലേ സെയിം ആണ്, ക്യാമറ സെയിം ആണ്, പെർഫോമൻസ് പ്രോസസർ സെയിം ആണ്, ബാറ്ററി സെയിം ആണ്, ഫാസ്റ്റ് ചാർജ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. പിന്നെന്താ മാറ്റമില്ലത്? ഒന്നും മാറ്റമില്ല. ആ ഒരു കളർ ഡിഫറൻസ് മാത്രമേ മാറ്റുള്ളൂ. ഐക്യൂലാണെങ്കിൽ ഒരു വൈറ്റ് കളർ വരുന്നുണ്ട്, വിവോയിലാണെങ്കിൽ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്, പേരിൽ മാറ്റമുണ്ട്. അതല്ലാതെ വേറെ ഒരു മാറ്റം ഇവിടെ പറയാനില്ല. ഇനി സർവീസ് സെൻറ്റർ, ഇപ്പം വിവോയുടെ സർവീസ് സെൻറ്ററിൽ തന്നെയാണ് ഐക്യൂയുടെ ഫോണിനും സർവീസ് ചെയ്യേണ്ടത്. സോ അതിലും മാറ്റങ്ങൾ വരുന്നില്ല. ഏത് ഫോൺ എടുത്താലും അത് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകേണ്ടത് സെയിം ആയിട്ടുള്ള സർവീസ് സെൻറ്ററിൽ തന്നെയാണ്. സോ അതിലും ഒരു മാറ്റവും ഇല്ല. അപ്പം എല്ലാം സെയിം ആണ്. പിന്നീട് വാങ്ങുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും വിവോ T3 Pro വാങ്ങേണ്ടത്, അതുപോലെ തന്നെ ആമസോൺ വഴിയായിരിക്കും ഐക്യൂയുടെ ഫോൺ വാങ്ങേണ്ടത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ പിന്നീട് വരുന്നുള്ളൂ. ഓഫ്ലൈനായിട്ട് വാങ്ങുന്നവർക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല, അതും സെയിം സ്ഥലത്ത് തന്നെ വാങ്ങാവുന്നതാണ്. സോ ഇത് മാത്രമേ മാറ്റുള്ളൂ. അതായത് കളർ ഡിഫറൻസും പിന്നൊന്ന് നമുക്ക് വാങ്ങുന്ന സ്ഥലവും, അതായത് ആമസോൺ ഫ്ലിപ്കാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. നിങ്ങളിതിൽ ഏതെടുക്കുകയാണെങ്കിലും ഒരു വിഷയവും ഇല്ല, കാരണം രണ്ടും സെയിം ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. സോ ഏതെടുത്താലും നിങ്ങൾക്ക് വിവോയുടെ ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വിവോ എടുക്കുക, ഐക്യു ആണെങ്കിൽ ഐക്യു എടുക്കുക. ആ ഒരു ബ്രാൻഡിൻ്റെ കാര്യത്തിൽ മാത്രം എടുത്താൽ മതി, എല്ലാത്ത രീതിയിൽ നോ ഡിഫറൻസ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായി കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.